കാലത്തൊക്കെ തന്നെ അദ്ദേഹം വേദികളിലൊക്കെ പ്രത്യക്ഷപ്പെട്ടിരുന്നു. മാത്രമല്ല നമുക്ക് ഒരുപാട് നല്ല ഓർമ്മകൾ ശ്രീനിവാസനുമായിട്ടുണ്ട്. വ്യക്തിപരമായ ഓർമ്മകളല്ല. ഫ്ലവേഴ്സ് അദ്ദേഹത്തെ ഒരിക്കൽ ചൈനയിലേക്ക് കൊണ്ടുപോയിരുന്നു. അദ്ദേഹം പറഞ്ഞു, എനിക്കൊന്ന് ചൈന കാണാൻ അവസരം കിട്ടിയാൽ എനിക്ക് നിങ്ങൾ ഒരു പൈസയും തരണ്ട, എനിക്ക് ചൈനയിൽ നിന്ന് കാണണം. ഈ ക്യൂബ മുകുന്ദൻ്റെ മനസ്സിലെ വികാരം എന്താണെന്ന് നമുക്ക് മനസ്സിലായില്ല. അന്ന് അദ്ദേഹം ചൈനയിൽ പോയി 8-10 എപ്പിസോഡ് നമ്മൾ ഫ്ലവേഴ്സിൽ ശ്രീനിവാസൻ കണ്ട ചൈന സംപ്രേഷണം ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ ഓർമ്മ. അങ്ങനെ ഒരുപാട് ഓർമ്മകൾ. ഞാൻ തന്നെ സിനിമയിൽ ഭാഗ്യപരീക്ഷണം നടത്താൻ പോയപ്പോൾ ഞാൻ ആദ്യം കണ്ടതും സംസാരിച്ചതും ചർച്ച ചെയ്തും ഒക്കെ തന്നെ നടൻ ശ്രീനിവാസനോടായിരുന്നു. ജീവിക്കാൻ പറ്റിയ വഴിയില്ലേ എന്ന് അദ്ദേഹം തമാശയോട് ചോദിക്കുകയും ചെയ്തു. നശിക്കാൻ ഇറങ്ങി തിരിച്ചോ എന്നൊക്കെ പറയുന്ന അദ്ദേഹത്തിൻ്റെ ഫലിതം വന്ന് എന്നെ വല്ലാണ്ട് ചിന്തിപ്പിക്കുകയും ചെയ്തു. അദ്ദേഹം പറയുന്ന വരികൾക്കിടയിൽ വായിച്ചാൽ ഫിലോസോഫിക്കലായി താത്വികമായി പല കാര്യങ്ങളും നമുക്ക് കാണാൻ കഴിയും. ഏറ്റവും സങ്കടകരമായ ഷോക്കിംഗ് ആയിട്ടുള്ള വാർത്തയാണ് ഈ പ്രഭാതത്തിൽ നമ്മളെ തേടി വരുന്നത്. നടനും സംവിധായകനും തിരക്കഥാകൃത്തുമായ നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ശ്രീനിവാസൻ അന്തരിച്ചു എന്നുള്ള വാർത്തയാണ്. ഇപ്പോൾ നടൻ TG രവി കൂടി നമുക്കൊപ്പം ചേരുകയാണ്. അങ്ങയ്ക്ക് ഒരുപാട് ബന്ധമുള്ള ഒരാളാണ് ശ്രീനിവാസൻ എന്ന് എനിക്കറിയാം. ശ്രീനിയേട്ടൻ്റെ മരണം സത്യത്തിൽ നമ്മളെ പിടിച്ചുലയ്ക്കുകയാണ് ഈ പ്രഭാതത്തിൽ. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ശ്രീനിവാസൻ കൊച്ചു ക്യാരക്ടേഴ്സ് ചെയ്യുന്ന പീരീഡ് മുതൽ ഞാൻ അടുത്തുള്ള ആളാണ്. അന്ന് പ്രത്യേകിച്ചും ഈ ചെറിയ ക്യാരക്ടേഴ്സൊക്കെ ചെയ്യുമ്പോൾ മറ്റ് പ്രൊഡക്ഷനിലൊക്കെ ചെല്ലുമ്പോൾ ആൾക്കാർ ശ്രദ്ധിക്കാതിരുന്ന കാലത്തും കൂടി അന്ന് പല സ്ഥലത്തും ശ്രീനിവാസനും ഞാനും കൂടി ഒരുമിച്ചാണ് താമസിക്കാറ്. പാട്ട് എൻ്റെ റൂമിലാണ് ശ്രീനിവാസൻ വരാറ്. അങ്ങനെ വലിയ അടുത്ത ബന്ധമുണ്ട്. കുറേ നാളുകൾക്ക് ആ ബന്ധം എൻ്റെ ബ്രദറിൻ്റെ കല്യാണത്തിന് വരെ ഇവിടെ വന്നൊരു 8-10 ദിവസം എൻ്റെ കൂടെ താമസിച്ചതാണ്. എന്ന് പറഞ്ഞാൽ ഒരു ആക്ടർ നിലയ്ക്ക് ഉള്ളതിനേക്കാൾ കൂടുതലായിട്ട് ഒരു വളരെ ഏറ്റവും നല്ല സുഹൃത്ത് നിലയ്ക്ക് ഒരു ബന്ധം എനിക്കുണ്ട്. അദ്ദേഹത്തിൻ്റെ യോഗം അപ്പം പെട്ടെന്ന് ഞാൻ ഇപ്പം നിങ്ങൾക്കൂടെ അറിയണം. അതീവ ദുഃഖകരമായിട്ടുള്ള വാർത്തയാണ്. ഇനി വേറൊന്നുമില്ല, ശ്രീനിവാസനെ കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല. എൻ്റെ ഏറ്റവും നല്ല സുഹൃത്തിൻ്റെ വിയോഗം എന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നത് മാത്രമേ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. താങ്ക് യു. ശ്രീ TG രവിയാണ് പ്രതികരിച്ച. ഒരുപാട് കാലം ശ്രീനിവാസന് ആദ്യകാലം മുതലേ തന്നെ TG രവിയുമായി ബന്ധമുണ്ടായിരുന്നു. അതിന് സിനിമകളിൽ അവർ ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.